ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വദബല്ലേ അല്ലേ? ഈ ഹദീസ് കഴിഞ്ഞു. മഹാന്മാരായ ആളുകളുടെ അഭിപ്രായങ്ങൾ ഹസൻ ബസരി പറയാ, ഏ മനുഷ്യപുത്ര, നീ ദേഷ്യം വെക്കുമ്പോഴെല്ലാം, നീ ചാടുമ്പോഴെല്ലാം, ആവാനെടുക്കുന്നു നീ ഒരു ചാട്ടം ചാടുന്നു, അങ്ങനെ നീ നരകത്തിൽ അകപ്പെട്ടു പോകുന്നു. ദിൽഖർനൈനിൽ നിന്ന് എടുത്തു ധരിക്കപ്പെടുകയാണ്. മലായികത്തിൽ നിന്നുള്ളതായ ഒരു മലക്കിനെ കണ്ടു. എനിക്ക് ഒരു ഇൽമ നിങ്ങൾ പഠിപ്പിച്ചു തരണം, അതുമൂലം ഞാൻ ഈമാനും യഖീനും വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ മലക്ക് പറഞ്ഞത് എന്താന്ന്, ദേഷ്യം വരാൻ പാടില്ല. ഒരു ശൈത്താന് അഖദറമായേക്കും മനുഷ്യനിൽ അവന്റെ സ്വാധീനം ഏറ്റവും കഴിയുന്നത് ഹീനയഗ്ളബു, ദേഷ്യപ്പെടുമ്പോഴാണ്. അപ്പോ കളവിനെ റദ്ദ് ചെയ്യലാവുന്നത് ദേഷ്യത്തെ ഒതുക്കി നിൽക്കൽ കൊണ്ടാണ്. അതിനെ ഒതുക്കലാവുന്നത് ശാന്തത കൊണ്ടാണ്. അതാണ് അറബികൾ ദേഷ്യം എന്താ ചെയ്യുക, മുഹമ്മദ് ആലി എന്നാ പറയാ. തമ്മിൽ രണ്ടാളും കൂടി ഇങ്ങനെ കുരുമാര് കൂടുകയാണെങ്കിലേ മുഹമ്മദ് ആലി എന്നറിയാം. അപ്പോ സലാത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ശമനം ഉണ്ടാവും എന്നുള്ളതാണ്. വയ്യാക്കവൽ അജില, ധൃതി പാടില്ല കേട്ടോ. നീ ധൃതി കാണിച്ചാൽ നിന്റെ ഓഹരി നിനക്ക് നഷ്ടപ്പെടുന്നതാണ്. ധൃതി എന്തൊരു കാര്യം, ഒരു തീരുമാനം എടുക്കലും എന്ത് പാടില്ല, ധൃതി പാടില്ല. അതാണ് ഈ കോടതിയൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എന്തൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേണ്ട. പെട്ടെന്ന് ആവുമ്പോഴെന്താന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ ഷോക്കോട് കൂടെ തീരുമാനം എടുക്കുമ്പോ അതെന്താവും, അതൊരു ഗൗരവതരമായ തീരുമാനമാവും. മനസ്സിലായോ? അപ്പൊ അത് പാടില്ല. നീ വളരെ സോഫ്റ്റ് ആവൂ, ലൈനൻ മാർദ്ദവമുള്ളവരാവൂ, അടുത്തവർക്കും അകന്നവർക്കും. നീ വളരെ മത്സരിയായ സ്വേച്ഛാധിപതിയാകരുത്. വഹബിന് മുനബ്ബഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയാണ്, ഒരു പുരോഹിതൻ അദ്ദേഹം തന്റെ മണ്ഡപത്തിലായിരുന്നു. ശൈത്താൻ അയാളെ വഴിപിഴപ്പിക്കാൻ ഉദ്ദേശിച്ചു, അയാൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ആ ശൈത്താൻ ഇയാളുടെ അടുക്കൽ വന്നു. എത്താനാദാഹു, അങ്ങനെ ഇയാളെ വിളിച്ചു, ഓപ്പൺ ദ ഡോർ എന്നറിഞ്ഞു. ഉത്തരം നൽകിയില്ല. ഞാനെങ്ങാനും പോയി കഴിഞ്ഞാൽ എനിക്ക് ഖേദാണ് ഉണ്ടാകട്ടോ. അപ്പോഴും ആ റാഹിബ് തിരിഞ്ഞു നോക്കിയില്ല. ഇന്നി അനൽ മസീഹ്, ഞാൻ മസീഹാണ്, ഈസാ നബിയാണ്. ഇനി മസീഹല്ല, ആരായാലും എന്താ ആശ്രയിപ്പിക്ക, ഞാൻ എന്താ ചെയ്യാ, മസീഹ് ഉണ്ടായിക്കോട്ടെ. മസീഹ് നമ്മളോട് കൽപ്പിച്ചില്ലയോ, ഇബാദത്ത് കൊണ്ട്, ഇഫ്താദ് കൊണ്ടും ഖിയാമ നമ്മളോട് വാഗ്ദാനം ചെയ്തില്ലയോ. അതേ സമയത്ത് നിങ്ങൾ മസീഹാണ്, പക്ഷെ വേറൊരു കാര്യമാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കാനും പോണില്ല. അപ്പൊ പറഞ്ഞു, ഇനി ഞാൻ ശൈത്താനാണ്. മൂപ്പർക്ക് ആദ്യം തന്നെ അറിയത് ശൈത്താനാണെന്നേ. ഞാൻ നിന്നെ വഴിവഴക്കാനാണ് ഉദ്ദേശിച്ചത്. വലം മസ്തത്തി, എനിക്കത് കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുക, നിങ്ങൾ എന്നോട് ചോദിക്കാൻ വേണ്ടി. അമ്മ ശീർത്ത, നിങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യം ചോദിച്ചോളൂ. അപ്പൊ ഞാൻ അതിന് മറുപടി പറയാം. ഞാൻ നിങ്ങളോട് ഒന്നും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
ഇപ്പൊ വല്ല മുദ്മിറ അങ്ങനെ അത് പിന്തിരിഞ്ഞോട് പോയി. അപ്പൊ റായിബ് പറഞ്ഞു അലാ തസ്മാഉ കേൾക്കണില്ലേ? അതെ. അയ്യോ അഖലാഖി ബനി ആദം അഅ്വനുലകഅലൈഹിം മനുഷ്യരുടെ ഏതൊരു സ്വഭാവമാണ് അവരോട് ഏറ്റവും നിനക്ക് അഅ്വനാകുന്നത്, സഹായകമാകുന്നത്? ഹിദത്തു തീഷ്ണതയാ, കടുപ്പം. ഒരു മനുഷ്യൻ വളരെ കടുപ്പമുള്ളവനായാൽ കലബനാഹുവാനെ നമ്മൾ മറിച്ചിടുന്നതാണ്. സിബിയാന് കുട്ടിയാള് മറിച്ചിടുന്ന മാതിരി അൽഖുറാ പന്തിനെ, പന്ത് ഇങ്ങനെ ഉരുണ്ടു പോലെ എത്ര പെട്ടെന്ന് മറിച്ചിടാൻ കഴിയും എന്നതുപോലെ മനുഷ്യൻ തീഷ്ണതയുള്ളവനാണെങ്കിൽ അവനെ പെട്ടെന്ന് മറിച്ചിടാം. ആ തീഷ്ണത കാരണമാണ് പലപ്പോഴും കൊലപാതകങ്ങൾ വരേണ്ടത്. ഓനവിടെ പിടിച്ചൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഓൻ കൊന്നില്ല. കുറച്ച് കഴിഞ്ഞാണ്ട് അറിവ് ഏത് ദേശീയാണെങ്കിലും കണ്ടിട്ടില്ലേ, കൊറേ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് പോകൂലേ. അപ്പൊ അതാ. അപ്പൊ ആ തീക്ഷ്ണതയിൽ നമ്മൾ എന്തെങ്കിലും കൈകാര്യം ചെയ്താല് അത് വലിയ മോശമായിട്ട് മാറും. മനുഷ്യനെ തന്നെ കയറ്റങ്ങട്ട് കയറുകയാണേ. ഒരു കൊലയാളി തന്നെ പണ്ട് എന്നോട് പറഞ്ഞേക്കുന്നത്, പശു ചാടിയതാണ് കേസ്, മനസ്സിലായില്ലേ? അപ്പോ ആ പെരിയിൽ പോയി കാണ്ട് ഇയാൾ കുറെ ചീത്ത പറഞ്ഞു പോന്നു. അയാൾ ചീത്ത കേട്ടിക്കും ചെയ്തു. ഇങ്ങോട്ട് ഇറങ്ങണ നേരത്തെ ഇയാൾ പെണ്ണുങ്ങൾ പറഞ്ഞു, എന്താ ഇപ്പൊ മയമുണ്ണിപ്പ എന്താ തൊലിച്ചു വന്നു അങ്ങനെ എന്തോന്ന് പറഞ്ഞത് ഇയാൾ കേട്ടും ചെയ്തു. ഇയാൾ പറയണം എന്നിട്ട് കയ്യിൽ ദേഷ്യം പോയിട്ട് കുറ്റം കൊന്നു, മനസ്സിലായില്ലേ? പിന്നെ അയാൾ ആ കുടുംബത്തെ സംരക്ഷിച്ച് തോപ്പൊക്കെ ചെയ്ത്, മനസ്സിലായില്ലേ? അപ്പൊ അയാൾ പറഞ്ഞതാ ഒരു കയറ്റങ്ങോട്ട് കയറി, പിന്നെ എന്താ ചെയ്യേണ്ടത് അറിയില്ല. ദേഷ്യം വന്നാൽ അങ്ങനെയല്ലോ. അപ്പൊ അന്നേരം നമുക്ക് ഒതുക്കാൻ കഴിയണം. എന്നതുപോലെ തന്നെ മനുഷ്യന് ഈ ആത്മഹത്യ ചെയ്യുന്ന പല ആളുകളും അവരെ അതിൽ നിന്നൊന്ന് സ്വസ്ഥമാക്കാൻ, ശാന്തമാക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് ചെയ്യൂല. അപ്പൊ ഈ അണുകുടുംബാകല്, മറ്റുള്ള ആളുകളോട് ബന്ധമില്ലാതിരിക്കല്, അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് അവനക്കൊരു സമാധാനം നൽകാൻ ആളില്ല, സുഹൃത്തുക്കളില്ല, നല്ലേ, മനസ്സിലായോ? ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും. ഓനെ പെണ്ണുങ്ങളും കുട്ടികളും എന്നുള്ളൊരവസ്ഥയ്ക്ക് അത് പെണ്ണുങ്ങൾ തെറ്റും ചെയ്തു. പിന്നെ എന്താ ജീവിതമല്ല മരിക്കന്നെ. പക്ഷെ അതേ സമയത്ത് ഓന് നല്ലൊരു ഉപദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൻ നന്നാവുമായിരുന്നു, മനസ്സിലായോ? ഹൈതമ പറയാൻ ശൈത്താൻ പറയുന്നു, ഇബ്നു ആദം എങ്ങനെയാണ് എനിക്ക് അതിജയിക്കുന്നത്? ഓൻ സംതൃപ്തനായാൽ ഞാൻ വരുന്നതാണ്, അങ്ങനെ ഞാൻ അവന്റെ ഹൃദയത്തിലാവുന്നതാണ്. ഓന് ദേഷ്യപ്പെട്ടാൽ തീർത്തു ഞാൻ പറക്കുന്നതാണ്, ഞാൻ അവന്റെ തലയിലാവുന്നതാണ്. മഹാനവർ പറയാ വളബ് എന്നുള്ളതാണ് എല്ലാ നാശത്തിന്റെയും കുഞ്ചി. ചില അൻസാരികൾ പറയാം വിഡ്ഢിത്തരത്തിന്റെ അടിസ്ഥാനമാവുന്നത് അൽ-ഹിദ്ദത്തു തീഷ്ണതയാണ്, അതിനെ നയിക്കുന്നതാവുന്നത് അൽ-ഗളബു ദേഷ്യവുമാണ്. ഒരാൾ ജയില് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ ഹിൽമിൽ നിന്നോ വിനയുള്ളവനാവുന്നതാണ്. വൽ ഹിൽമു ശാന്തത എന്നുള്ളത് അതൊരു ആഡംബരമാണ്, ഒരു ഉപകാരവുമാണ്. വൽ ജഹ്ലു ജഹ്ലാവുന്നത് ഷൈനുൻ ഒരു ന്യൂനതയാണ്, ഒരു ബുദ്ധിമുട്ടുമാണ്. അഹ്മത്തിനുള്ളതായിരിക്കുന്ന അവന്റെ ചോദ്യത്തിന് നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് ജവാബുഹു, അവനുള്ള മറുപടി. വിദ്വാനി മൗനം ഭൂഷണം എന്ന് കേട്ടിട്ടില്ലേ? ഇബ്ലീസ് പറയാണ് ബനു ആദം, ബനു ആദം എന്നെ അശക്തനാക്കിയിട്ടില്ല. അവർക്ക് എന്നെ അശക്തനാക്കാനും കഴിയില്ല. മൂന്ന് കാര്യങ്ങളിൽ അഹദുഹും ഒരാൾക്ക് ലഹരി ബാധിച്ചാൽ അവനെ മൂക്ക് കയറി നമ്മളൊന്ന് പിടിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അവനെ നയിക്കുന്നതാണ്. നമ്മൾ ഉദ്ദേശിച്ചേർത്തേക്ക് നയിക്കുന്നതാണ്. അവൻ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ളതായ കാര്യം കൊണ്ട് മദ്യം സേവിച്ചാൽ ഇമ്മയും കണക്കന്നെ പങ്കളും കണക്കന്നെ അങ്ങനെയൊക്കെയാണ്.
ദേഷ്യപ്പെട്ടാൽ ഖാല ഓൻ പറയും, ഓൻ അറിയാത്തതായ ഒന്ന് ഓൻ പറയും, ഖേദിക്കുന്നതായ ഒന്ന് പ്രവർത്തിക്കുന്നതാണ്, അവനെ നമ്മൾ പിശുക്കനാക്കുന്നതാണ്. അവന്റെ കയ്യിലുള്ളതായിരിക്കുന്ന ഒന്നുകൊണ്ട് നമ്മൾ അവനെ പിശുക്കനാക്കുന്നതാണ്. കയ്യാത്തതായ ഓരോ അഭീഷ്ടങ്ങൾ അവൻ ഇട്ടുകൊടുക്കുന്നതാണ്. ഒരു ഹക്കീം എന്നവരോട് പറയപ്പെട്ടു, ഒരാള് ഒരു ആത്മനിയന്ത്രണത്തിന് പറ്റിയ മാർഗം എന്താവുന്നു? മാംലക ഫുലാനൻ, ഫുലാനിനെ ഉടമയാക്കി എന്നാലും നഫ്സി സ്വയം ആത്മനിയന്ത്രണത്തിന്. കാല ഇതല്ലാത്തതുല്ലോ ഷഹ്വ, അപ്പോൾ അവനെ വികാരങ്ങൾ നിന്നതയിലാക്കൂല. വലാ യസ്റഉൽ ഹവാ, ഇച്ഛ അവനെ വീഴ്ത്തുകയില്ല. വലാ യഗ്ലിബുൽ ഗളബു, ദേഷ്യം അവന് മികക്കുകയുമില്ല. നീ ഗളബ് സൂക്ഷിക്കണേ, നിന്നെ ആക്കി തീർക്കുന്നതാണ് നിസ്സാരതയിലേക്ക് പറയപ്പെട്ടു. ഇത്തക്കുൽ ഗളബ, ഗളബിനെ നിങ്ങൾ സൂക്ഷിച്ചോളി, അത് ഈമാനെ കേടുവരുത്തുന്നതാണ്. കറ്റുവായ നീര് കേടെത്തുന്നത് മാതിരിയായി അസല തേനിനെ. ഒരു മനുഷ്യന്റെ ശാന്തതയിലേക്ക് നോക്കൂ. ഇന്ത കളബി, ദേഷ്യം വെക്കുന്ന സമയത്ത്. അമാനത്തെ, ഓന്റെ അമാനത്തിലേക്ക് നോക്കൂ. ഇന്ത തമഴി, ഓന്റെ ദുരാഗ്രഹം ഉണ്ടാവുമ്പോൾ. ഓന്റെ ഇൽമിനെ കുറിച്ചുള്ളതായിരിക്കുന്ന നിന്റെ അറിവ് എന്താണ്? ഇതാലും ഞങ്ങള് ഓന്റെ ദേഷ്യം ഉണ്ടാകാതെ കണ്ട് ഓനക്ക് പിന്നെ എന്തുണ്ടാവില്ല. ഓന്റെ ഹിൽമ, ഒരാളെ ഹിൽമ അറിയണമെങ്കിൽ എന്ത് വേണം? ഓനക്ക് ദേഷ്യം ഉണ്ടാകണ്ടേ? ഓന്റെ അമാനത്ത് സംബന്ധിച്ച് നിനക്ക് എന്താണോടാ അറിയാ? ഇതാലും വ്യക്തമായൊന്നും ആഗ്രഹിക്കണില്ല എങ്കിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് തന്റെ ആമിലിലേക്ക് എഴുതി, ദേഷ്യമുള്ള സമയത്ത് ശിക്ഷിക്കരുതേ. ഒരു മനുഷ്യനോട് ദേഷ്യമുണ്ടെങ്കിൽ അയാളുടെ കസ്റ്റഡിയിൽ വെക്കുക. കസ്റ്റഡിയിൽ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കുക. മനസ്സിലായില്ലേ? ഒരു കുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെ. സഡൻ നിൽക്കാതെ അവിടെ നിർത്തുക. വൈകുന്നേരമാകുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ വിശപ്പുള്ള സമയത്ത് ഖളാ നടത്താൻ പാടില്ല, തൂറാമുട്ടുന്ന നേരത്തും പാടില്ല. കാരണം തൂറാമുട്ടുമ്പോ ഓന്റെ ചിന്ത എവിടെയല്ലേ? തൂറല്ല. വിശപ്പ് ആകുമ്പോ ഓന്റെ ചിന്ത പൊറട്ടില്ല. അപ്പൊ അതുകൊണ്ട് വിധി ശരിയാവില്ല. വിധിക്ക് എന്ത് വേണമെന്നാണ്? നല്ല തീക്ഷ്ണമായ ചിന്തയും ബുദ്ധിയൊക്കെ വേണം. നിന്റെ ദേഷ്യം ഒതുങ്ങിയാൽ അവനെ കസ്റ്റഡിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരൂ. അല്ല കതിരി ദംബിഹി, അവന്റെ തിന്മക്കനുസരിച്ച് ശിക്ഷിക്കും. 15 ചാട്ടവാറിന് അങ്ങേപ്പുറം കൊടുക്കാൻ പാടില്ല. അടി കിട്ടുകയാണെങ്കിൽ അതിന് കണക്കുണ്ട്. മനസ്സിലായില്ലേ? ഖുറൈശിയിലുള്ളതായ ഒരാൾ വളരെ പരുഷമായി പെരുമാറി ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് അൽ ഖൗല, വാക്കിനെ വളരെ പരുഷമാക്കി. കുറെ നേരം ഉമർ എന്നവര് തല താഴ്ത്തിയിരുന്നു. ഷൈത്താൻ എന്നെ ഇളക്കി വിടാൻ അറത്തു, ഞാൻ ഉദ്ദേശിച്ചു. ഷൈത്താൻ എന്നെ ഇളക്കി വിടുമ്പോൾ ഇസ്സി സുൽത്താൻ, ആ സുൽത്താനാവുന്ന ഇസ്സത്ത് കൊണ്ട് അപ്പൊ ഞാൻ എന്നിൽ നിന്ന് എത്തിക്കുന്നു. അല്ലയോമ, ഇന്ന് മാതനാലവും ഇന്നിയ കഥ, നാളെ എന്നിൽ നിന്ന് എനിക്ക് എത്തിക്കാൻ കഴിയാത്തതായിരിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ എന്താക്കി, എനിക്ക് അധികാരം ഉണ്ടല്ലോ. അപ്പൊ അധികാരത്തിന്റെ മുമ്പിൽ ഞാൻ എന്താവും, എന്തെങ്കിലും ചെയ്യും. അതിന് ആരും എനിക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയാണ് പിശാചേ. അപ്പൊ പിന്നെന്താ, തല താഴ്ത്തിയിരുന്നാ പിന്നെന്തായില്ല, അതിന് പ്രശ്നമില്ലല്ലോ. പൊന്നു മോനെ, ദേഷ്യം വന്നാ പിന്നെ ബുദ്ധി ഉണ്ടാവില്ല. ബുദ്ധി സ്ഥിരപ്പെടുകയില്ല. ഇന്ദൽ ഖളബി, ദേഷ്യം കാരണം ബുദ്ധി ഉണ്ടാവില്ല. ഏതുപോലെ അറിയോ, ജീവുള്ളതായിരിക്കുന്ന ആളുടെ റൂഹ് ഉണ്ടാവുമല്ലോ. കത്തിക്കപ്പെടുന്ന അടുപ്പിൽ ജീവുള്ള സാറിന്റെ ജീവൻ ഉണ്ടാവും. എന്നതുപോലെ തന്നെ ദേഷ്യം ഏറ്റവും കുറഞ്ഞ ആളാവുന്നത് അഖലുഹും, അവരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനാണ്.
അപ്പോൾ ദുന്യാവിനിക്കുണ്ടെങ്കിൽ അത് ദഹാവും മക്രുമായിരിക്കുന്നതാണ്, ചതിയും വഞ്ചനയുമായിരിക്കുന്നതാണ്. അത് ആഖിറത്തിന് വേണ്ടിയാണെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ ഹിൽമ എന്നാ പറയാ, രണ്ടും ഒന്ന് തന്നെയാണ്. ദുന്യാവിന് വേണ്ടിയാണെങ്കിൽ അതിനെന്താ രാഷ്ട്രീയക്കാരുടെ തട്ടിപ്പ്, മനസ്സിലായില്ലേ? ദഹാവ് രാഷ്ട്രീയ തട്ടിപ്പ്, വലിയ വിമർശനങ്ങൾക്കൊന്നും ചിലപ്പോൾ മറുപടി പറയാതിരിക്കുക, അതൊരു മാർഗമാണ്. വളബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ശത്രുവാൻ. വളബ് എന്ന് പറഞ്ഞാൽ ഔലില്ല കലി, ബുദ്ധിയുടെ ഔലാടെ നാശമാണ്. ഉമർ എന്നവരെ ഖുതുബയിൽ പറയുമായിരുന്നു, നിങ്ങളിൽ നിന്നും വിജയിച്ചിരിക്കാൻ ഒരുവൻ ഓർ സംരക്ഷിതനായിരിക്കുന്നു ദുരാഗ്രഹത്തിൽ നിന്നും, ഇച്ഛയിൽ നിന്നും, ക്രോധത്തിൽ നിന്നും. ഒരാൾ തന്റെ വികാരത്തിനനുസരിച്ചാൽ അവന്റെ ദേഷ്യത്തിനും അത് രണ്ടും അവനെ നരകത്തിലേക്ക് നയിക്കുന്നതാണ്. മുസ്ലിമിന്റെ അടയാളത്തിൽ പെട്ടതാണ് ദീനിലുള്ളതായ ശക്തി, ആർദ്രതയിലുള്ളതായിരിക്കുന്ന മനക്കരുത്ത്, ദൃഢതയിലുള്ള വിശ്വാസം, ശാന്തതയിലുള്ളതായ വിജ്ഞാനം, ആർദ്രതയിലുള്ള ബുദ്ധി സാമർത്ഥ്യം, ഹക്കിലുള്ള കൊടുക്കല്, സമ്പന്നതയുള്ള മധ്യനില കൈക്കൊള്ളൽ, ദാരിദ്ര്യത്തിൽ വളരെ ക്ഷമിച്ചിരിക്കൽ, കഴിവുണ്ടാവുമ്പോൾ നന്മ ചെയ്യുക എന്നുള്ളത്, സഹനം എന്നുള്ളത്, കൂട്ടായ്മയില്, കഠിനതയെ ക്ഷമിക്കുക, ദേഷ്യം അവൻ അതിജയിക്കില്ല, ഈർഷ്യത അവനിൽ ശക്തിപ്പെടുകയില്ല, വികാരം അവനെ അതിജയിക്കുകയില്ല, അവന്റെ വയറ് അവനെ വശാത്തരത്തിലാക്കുകയില്ല, ദുരാഗ്രഹം അവനെ നിസ്സാരനാക്കുകയില്ല, അവന്റെ ഉദ്ദേശം അവനിൽ വളരെ ന്യൂനമാവുകയില്ല. അപ്പോൾ അവൻ പീഡിതനെ സഹായിക്കുന്നു, ദുർബലനെ കാരുണ്യം ചെയ്യുന്നു, പിശുക്ക് കാണിക്കൂല, അമിതമായി ചെലവഴിക്കൂല, വേസ്റ്റായി ചെലവഴിക്കൂല, വളരെ പിശുക്ക് കാണിക്കൂല, ആക്രമിച്ചിട്ടുണ്ടെങ്കിലും പുറത്തു കൊടുക്കുന്നതാണ്, വിവരമില്ലാത്തതായ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നതാണ്. മിന്നു അവനിൽ നിന്നുള്ള നഫ്സാവുന്ന വളരെ വിഷമത്തിലായിരിക്കും. മനുഷ്യന്മാർക്കൊക്കെ വളരെ എന്തുമായിരിക്കും, വളരെ സമൃദ്ധിയുമായിരിക്കും. ഓനെപ്പോഴും എന്തായിരിക്കും, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ വളരെ വിഷമങ്ങളാണ് ഉണ്ടാകുക. സൽസ്വഭാവം എന്നുള്ളത് ഒറ്റ വാക്കിൽ ഒന്ന് പറഞ്ഞു തരണം. ദേഷ്യം ഉപേക്ഷിക്കുന്നത് തന്നെയാണ്. അമ്പിയാക്കന്മാരിൽ നിന്നുള്ള നബി തന്നെ പിന്തുടർന്നതായ ആളുകളോട് പറഞ്ഞു, അല്ല ദേഷ്യം വെക്കൂല എന്നൊരാൾ എനിക്ക് സാക്ഷി വെക്കുകയാണെങ്കിൽ ഓൻ എന്റെ പദവിയിലായിരിക്കുന്നതാണ്, വയപ്പോന് ബാഡി ഖലീഫത്തി, എനിക്ക് ശേഷം അവൻ എന്റെ പ്രതിനിധിയുമാകുന്നതാണ്. ഖൗമിൽ നിന്നുള്ള യുവാവ് പറഞ്ഞു, അനാ, ഞാന്. വീണ്ടും മടക്കി പറഞ്ഞു, ഫഖാല ശാബു അനാ ഔഫാബി, ഞാനത് പൂർത്തിയാക്കാം. അങ്ങനെ ആ നബി മരിച്ചപ്പോൾ കാനബി മൻസിലത്തി, ആ നബിയുടെ പദവിയിൽ ഇയാളായി. അദ്ദേഹത്തിന് ശേഷം ദുൽകിഫിൽ, അതാണ് ദുൽകിഫിൽ എന്ന് പേരിടാനുള്ള കാരണം, കഫാലത്ത് ഏറ്റെടുത്ത ആള്. ദുൽകിഫിലിന് പേര് വെക്കാനുള്ള കാരണം റളബ് കൊണ്ട് കഫാല ഏറ്റെടുത്തിരിക്കുന്നു, അല്ലാതെ കപില വസ്തുവിന്റെ രാജാവ് എന്നല്ല. മനസ്സിലായില്ലേ? വഫാബിഹി ആരോ പറയുന്നത് ദുൽകിഫിൽ അതല്ല, ശ്രീബുദ്ധര ദുൽകിഫിൽ കപില, ബീഹാറിലെ സ്ഥലമാണ് കപില. മനസ്സിലായില്ലേ? ബുദ്ധന്റെ നാട് ബീഹാറാണോ? ബീഹാറിൽ ഗയ. മനസ്സിലായോ? പക്ഷേ സ്വാധീനം ഉണ്ടായതൊക്കെ കൂടുതൽ ബീഹാറിലുള്ളതിനേക്കാളും കൂടുതൽ ചൈനയിലും ടിബറ്റിലും ഭൂട്ടാനിലും മ്യാൻമറും ഒക്കെ.
മഹാനവർ പറയാം, കുഫറിന് 4 ഘടകങ്ങളുണ്ട്. ഒന്ന് വിദ്വേഷമാണ്, മറ്റൊന്ന് വികാരമാണ്, പാരുഷ്യമാണ്, ത്വത്തമാണ് ദുരാഗ്രഹവും.